നോമ്പ് തുറക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഇതിൻ്റെ കവറിംഗ് ആണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറു ചൂട് പാലെടുത്തിട്ടുണ്ട്. ചെറു ചൂടായിട്ടുള്ള പാൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഗ്രാന്യൂൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഈസ്റ്റൊക്കെ നല്ലപോലെ തന്നെ പൊങ്ങി വന്നോളും. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് മൈദയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. 1/2 കപ്പ് മൈദക്ക് 1/2 കപ്പ് പാലെന്ന് പറയുന്നത് കറക്റ്റ് അളവായിരിക്കും. 1/2 കപ്പ് മൈദ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ പാലിന് പകരം ചെറു ചൂടായിട്ടുള്ള വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. റിഫൈൻഡ് ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ബട്ടർ ആകുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1/2 കപ്പ് മൈദക്ക് 1/2 കപ്പ് പാലെന്ന് പറയുന്നത് കറക്റ്റ് അളവായിരിക്കും. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചെറു ചൂടായിട്ടുള്ള വെള്ളം തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ കൂട്ട് ഒന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ലപോലെ തന്നെ നീഡ് ചെയ്തെടുക്കുക. നമ്മുടെ കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് നന്നായിട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ തന്നെയാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് 1 ടീസ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുറമെ ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ഇതുപോലെ എണ്ണയൊന്ന് തടവി കൊടുക്കുന്നത്. നല്ലപോലെ തന്നെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് ഒന്ന് തടവിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് ഡബിൾ സൈസ് ആവുന്നത് വരെയാണ് റെസ്റ്റ് ചെയ്യേണ്ടത്. ഏകദേശം 1 മണിക്കൂറൊക്കെ മതിയാകും ഇപ്പോഴത്തെ ആ ഒരു ചൂടിന്. അഥവാ നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ മാത്രമാണ് സവാള ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലാണ് ഞാനിവിടെ വഴറ്റിയെടുത്തിരിക്കുന്നത്. സവാള ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നല്ല പോലെ തന്നെ മാറി വരണം. അതുപോലെ തന്നെ സവാളയുടെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകും. ആ ഒരു സമയം വരെയാണ് ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ സവാളയുടെ ഒക്കെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നല്ലപോലെ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഈസി ആയിട്ട് വെന്ത് വന്നോളും. ചിക്കനും കൂടെ ചേർത്ത് നല്ലതായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ചിക്കൻ നല്ല പോലെ തന്നെ വെന്ത് വന്നോളും. ഇപ്പോൾ ആ ഒരു ചിക്കൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി ഏകദേശം 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഞാനിവിടെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ചിക്കൻ ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതിയാകും. അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇതിൽ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മസാലയാണിത്. അപ്പോൾ ആ ഒരു ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് ഞാനിവിടെ നല്ലപോലെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൈദ ചേർത്ത് കൊടുത്ത് മൈദയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 3/4 കപ്പ് പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചതോ അല്ലാത്തതോ ആയിട്ടുള്ള പാൽ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൈദയും പാലൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാലും ചിക്കനൊക്കെ യോജിച്ച് വന്നാൽ എന്തെങ്കിലും രുചി ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ സംശയിക്കേണ്ട, നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് തന്നെയാണിത്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ചിക്കനിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിരുന്നു, അത് മനസ്സിൽ കണ്ടിട്ടാണ് ബാക്കിയുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ ഇപ്പോൾ പാകത്തിന് റെഡിയായി, നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ സൈസ് ആവുന്നത് വരെയാണ് ഇതൊന്ന് റെസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. നല്ലപോലെ ഒന്ന് നീഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ നിങ്ങളുടെ പലഹാരം വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ നിങ്ങൾ ഉരുളകൾ തയ്യാറാക്കിയെടുത്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് ഉരുട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ടക്ക് ചെയ്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒട്ടും ക്രാക്ക് ഇല്ലാതെ നമ്മളുടെ ബണ്ണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഉരുള എടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം. പൂരിക്കൊക്കെ പരത്തിയെടുക്കണം അത്രമാത്രമേ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുള്ളൂ. ഒരുപാട് കനം കുറച്ചൊന്നും പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എത്രയാണോ അതിൽ കൊള്ളുക അതിനനുസരിച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ എല്ലാ ഭാഗവും എടുത്ത് നല്ല പോലെ തന്നെ സീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ തയ്യാറാക്കുമ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് എല്ലാ ഭാഗവും പിടിച്ച് നല്ല പോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ നിന്നോളും. എന്നിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പരത്തിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് ഒന്ന് ചെറുതായിട്ട് മാത്രമേ പരത്തി കൊടുക്കുന്നുള്ളൂ. ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ തുറന്ന് വെക്കരുത് കേട്ടോ. എപ്പോഴും ഒരു തുണി വെച്ചൊന്ന് അടച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ മീഡിയം ചൂടായിരിക്കുമ്പോൾ വേണം നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്, മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് കുക്ക് ചെയ്യേണ്ടതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കളറൊക്കെ പെട്ടെന്ന് മാറി വരും, പക്ഷേ ഇതിൻ്റെ ഉള്ളോളം വെന്ത് വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ ഞാൻ അനക്കാനൊന്നും നിന്നിട്ടില്ല. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ മറിച്ചിട്ട് കൊടുക്കുന്നത്. മറിച്ചിട്ട് കൊടുത്ത് അടുത്തൊരു ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഇത് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. രണ്ട് ഭാഗവും ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുക. ഉള്ളിലത്തെ ഫില്ലിംഗ് ആണെങ്കിൽ നല്ല ക്രീമി ആയിട്ടുമാണ് ഉണ്ടാകുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ആ ഒരു കൂട്ട് നേരത്തെ ഉണ്ടാക്കി വെക്കണം എന്നുള്ള ആ ഒരു പണി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ വളരെ ഈസിയാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.